ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പൊ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ആട്ടോ. സാധാരണ പോലെ ഇന്ന് അമ്മൂന് ക്ലാസ് ഇല്ലാത്തൊരു ദിവസം കേട്ടോ. എന്നാലും ഞാൻ സാധാരണ പോലെ ഒരു 50 ആയപ്പോ എണീറ്റിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫ്രഷ് ആയി വന്നപ്പോ 4 മണി ആവാറായി. അങ്ങനെ നമ്മുടെ പണിയിലേക്ക് കിടക്കാട്ടോ. അടുക്കളയിൽ കുറച്ചധികം പണികളുണ്ട്. എന്നിട്ട് വേണ്ടേ നമുക്ക് ജിമ്മിന് പോകാനായിട്ട്. ഭയങ്കര ഹാപ്പി ആട്ടോ ഇപ്പൊ പോകുമ്പോ. പോയി തുടങ്ങിയിട്ട് ഇപ്പൊ ഒരു മാസം ആവാറായി. ഭയങ്കര ഹാപ്പിയാണ്. ഭയങ്കര വ്യത്യാസങ്ങളാണ് സ്കിന്നിലും ബോഡിയിലും ഒക്കെ തോന്നുന്നത്. അപ്പൊ ഞാൻ ദേ തീയൊക്കെ കൂട്ടി. നമുക്ക് ഇന്ന് വെള്ളപ്പാട്ടോ. അപ്പൊ നമ്മുടെ വീട്ടിൽ തന്നെ ഞാൻ തലേന്ന് കലക്കി സെറ്റാക്കി വെച്ചിരുന്നതാണ്. അപ്പൊ അതിങ്ങനെ പൊന്നിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഗ്രീൻ ബീൻസ് കറിയാണ് ഞാൻ ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ അതും നമുക്കുണ്ട്. പിന്നെ എന്ത് റൈസ് ഉപയോഗിക്കണേന്ന് ഈ ഷോർട്സിലൊക്കെ കാണുമ്പോൾ എല്ലാവരും ചോദിക്കലുണ്ട് കേട്ടോ. അപ്പൊ നമ്മളെന്ന് പറഞ്ഞാൽ നിലാ സെർബ്സിന്റെ നമ്മുടെ ബ്രൗൺ റൈസ് ആണ് ഇത്. നമ്മൾ സാധാരണ ബ്രൗൺ റൈസ് എന്ന് പറഞ്ഞാല് ഇങ്ങനെ തവിട് പകുതിയൊക്കെ പോയിട്ടുണ്ടാവും, ചെറിയ തവിട് ഉണ്ടാവുള്ളൂ. പക്ഷെ ഇത് തവിട് ഫുള്ളായിട്ട് തവിടുള്ളതാണ്. ഇത് ഫസ്റ്റ് വാഷാണ്. ഫസ്റ്റ് വാഷിൽ തന്നെ കണ്ട കളറൊന്നും മാറില്ല. അതുപോലെ തന്നെ ഇങ്ങനെ നമ്മൾ ചില അരികൾ കഴുകുമ്പോൾ റെഡ് കളർ വരും, ഇങ്ങനെ കളർ അടിച്ചിട്ടിറക്കും. പക്ഷെ ഇത് അങ്ങനെയല്ല. ഇത് കഴിക്കുമ്പോൾ നല്ല മുരുമ്പനായിട്ടുള്ള അരിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അറിയില്ല. പക്ഷെ കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിന് അഡിക്റ്റ് ആവും. അതായത് നമുക്ക് ഇഷ്ടാവും. അങ്ങനെയാണ് കേട്ടോ മിക്കതും. അപ്പോൾ നമുക്ക് ആ ഒരു വെള്ളച്ചോറ് കഴിക്കുന്ന അമ്മായി ഉണ്ടാവില്ല, അതാണ്. അപ്പൊ ഞാൻ നന്നായിട്ട് അരി 3 തവണ വാഷ് ചെയ്തിട്ട് നമ്മളിതേ വെള്ളം ഒന്ന് കാഞ്ഞപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ടൊന്ന് ഇളക്കിയിട്ട് കഴിഞ്ഞാൽ അരി അവിടെ കിടന്ന് ഒരു 5:30 ആവുമ്പോഴേക്കും നന്നായി വെന്ത് സെറ്റ് ആവും. അങ്ങനെയാട്ടോ. അപ്പൊ ആദ്യം തന്നെ അരി ഇടണം, കാരണം ഇതിന് നല്ല വേവ് ഉണ്ട്, കുറച്ചധികം സമയം വേണം. അപ്പൊ അതാണ് ഞാനിപ്പോ അടുപ്പിലേക്ക് മാറ്റിയത്. അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് പറഞ്ഞൊന്ന് മാത്രം. കുക്കറിലിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിങ്ങനെ കുഴഞ്ഞു പോകുന്നൊരു പേടി. പിന്നെ നമുക്ക് ഇന്ന് മുളപ്പിച്ചിട്ടുള്ള ചെറുപയറില്ലേ, അത് ഞാൻ അങ്ങനെ മുളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, 2 ദിവസം കൊണ്ട് സംഭവം അടിപൊളിയായിട്ട് മുളയ്ക്കും. ആദ്യം ഒന്ന് വെള്ളത്തിലിട്ട് വെക്കുക, പിറ്റേ ദിവസം വെള്ളം ഊറ്റി വെച്ചാല് വൈകുന്നേരം തലേദിവസം വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസത്തേക്ക് നന്നായി മുളച്ചുണ്ടാവും. പിന്നെ ഞാൻ ഇപ്പൊ കാണിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഞാൻ കുടിക്കലുണ്ട്, പക്ഷെ ഞാനത് പ്രൊഡക്റ്റ് ഇറങ്ങാത്തതുകൊണ്ട് കാണിക്കുന്നുണ്ടായിരുന്നില്ല. നമ്മുടെ ABC പൗഡറില്ലേ, നമ്മുടെ നിലാ സെർബ്സിന്റെ ABC പൗഡറിന്റെ ഡ്രിങ്ക് ആട്ടോ. അപ്പൊ ഞാൻ കാലത്ത് എംപ്റ്റി സ്റ്റൊമക്കിലാണ് കഴിക്കണത്. അത് നമുക്ക് അങ്ങനെ കഴിക്കാം. ഇനിയിപ്പോ നമുക്ക് വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടുള്ളവർക്കാണെങ്കിൽ ഇതിൽ ഒരു ലെമൺ ആഡ് ചെയ്തിട്ട് കഴിക്കാം. ഞാൻ എന്റെ വെയിറ്റ് ലോസും പറയാൻ പറ്റില്ല, ടോട്ടൽ നമ്മുടെ ബോഡിക്കും വെയിറ്റ് ലോസിനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഡ്രിങ്ക് ഉണ്ട്. അതിൽ ഞാൻ ലെമൺ ആഡ് ചെയ്തുകൊണ്ട് ഇതിൽ ഞാൻ ലെമൺ ഇടുന്നില്ല. ഇത് നമുക്ക് നൈറ്റ് ഡിന്നറിന് ശേഷം അങ്ങനെയൊക്കെ കഴിക്കാം കേട്ടോ. അപ്പൊ ഞാൻ നമ്മുടെ ഗ്രീൻ ബീൻസ് ഇതേ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാനത് അടുപ്പത്തേക്ക് അങ്ങോട്ട് വെക്കാം കേട്ടോ. അപ്പോൾ ഇതിന് കുറച്ചെടുത്ത് മാറ്റി കഴിഞ്ഞാൽ നമ്മുടെ പാർക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗ്രീൻ ബീൻസ് ചോറ് കൂട്ടി കഴിക്കാനായിട്ട്. പിന്നെ അതുപോലെ വെള്ളപ്പം ഉണ്ടാക്കിയാലും കഴിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഞാൻ അങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് അടുത്ത പരിപാടി എന്ന് പറഞ്ഞാല് നമുക്ക് ഇത് ഞങ്ങൾക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാന്ന് വെച്ചിട്ടാട്ടോ. കുറെ പഴുത്തു പോയി നമ്മുടെ കാന്താരി മുളക്. വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്കൊക്കെ കാന്താരി മുളക് നമ്മുടെ കറികളിലും അതുപോലെ തന്നെ നമ്മൾ ചോറ് കഴിക്കുമ്പോൾ 2 എണ്ണം ചോറിന്റെ കൂടെയൊക്കെ കഴിക്കും. കടിച്ചുകൂട്ടി കഴിക്കില്ലേ, ഉപ്പൊന്നും അങ്ങനെ ചേർക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ചോറ് കഴിക്കുമ്പോൾ അങ്ങനെ കടിച്ചുകൂട്ടി കഴിക്കാൻ നമുക്ക് ഭയങ്കര നല്ലതാ. അമ്മ ഉള്ളപ്പോ അതൊക്കെ പൊട്ടിച്ചു വെച്ചതാട്ടോ, എനിക്ക് നേരം കിട്ടാണ്ടേ. പിന്നെ നമുക്ക് ഇന്ന് നമ്മുടെ എന്താ പറയാ അയിലക്കറി കേട്ടോ. അപ്പൊ ഒരു 4 അയില ഞങ്ങൾ മേടിക്കാം. അപ്പൊ നമ്മുടെ ഗ്രീൻ ബീൻസ് വെന്തുണ്ട്. അപ്പൊ നമുക്ക് സവാള അതും കുറച്ച് നമ്മുടെ ചുവന്നുള്ളിയും കൂടി ഇട്ടിട്ട് 15 വർഷം മാറ്റി വെച്ചു ഗ്രീൻ ബീൻസ്. എന്നിട്ട് അത് കുത്തിപ്പൊടിച്ച് മുളകൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത് ഒന്ന് മൂക്കുമ്പോൾ നമ്മൾ ഈ ഒരു കുറച്ച് ചാറോട് കൂടിയിട്ട് വെച്ചേട്ടോ. പിന്നെ ഞാൻ മീൻ ഓൾറെഡി നന്നാക്കിയിട്ടാണ് മേടിച്ച്, എനിക്ക് നേരം കിട്ടാത്തോണ്ടേ. അപ്പൊ അതുകൊണ്ട് തന്നെ പണി എളുപ്പമായി. അപ്പൊ നമുക്ക് മീൻകറി. അപ്പൊ ചേട്ടൻ പറഞ്ഞു ചേട്ടന് പൊള്ളിച്ചത് വലിയ താല്പര്യമില്ല. പൊള്ളിച്ചതിന് ആൾക്ക് വറുത്തത് ഇഷ്ടം. അപ്പൊ വറുത്തത് ഇപ്പൊ നമ്മള് ഒരു ഡയറ്റിലായതുകൊണ്ട് തന്നെ വറുത്തത് വേണ്ടാന്ന് വെച്ചിട്ട് ആള് പറഞ്ഞു എനിക്കുള്ള ഒരു മീൻ നമുക്ക് എന്താ പറയാ ഈ മീൻ മുളകിട്ട് വെക്കില്ലേ, അങ്ങനെ ചാറാക്കി വെച്ചാൽ മതി എന്ന് തോന്നി. പിന്നെ 2 മീൻ എന്ന് പറഞ്ഞാൽ എനിക്കും അമ്മൂനും പൊള്ളിക്കാനും, പിന്നെ 1 മീൻ പാറുവിനും. അങ്ങനെ ടോട്ടൽ 4 മീനാണ് ഞങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പുറത്താണെങ്കിൽ നമുക്ക് എന്താ പറയാ നമ്മുടെ ഗ്രീൻ ബീൻസ് അല്ല, നമ്മുടെ ചെറുപയർ ഞാൻ വേവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ ഉള്ളത് വഴറ്റാനായിട്ട് ചെറിയുള്ളിയും അതുപോലെ തന്നെ നമ്മുടെ എനിക്ക് കുറച്ച് പെട്ടെന്ന് പറയുമ്പോഴേ ഐറ്റംസിന്റെ പേര് കിട്ടുന്നില്ല, അതന്നെ. അപ്പൊ നമ്മുടെ വെളുത്തുള്ളി കൂടിയിട്ട് നമ്മൾ ഇട്ടൊന്ന് വഴറ്റി അതിലേക്ക് കുത്തിപ്പൊടിച്ച് മുളക് ഇട്ടു. അപ്പുറത്താണെങ്കിൽ കടുക് പൊട്ടിച്ചു, ഉലുവയും കടുകും പൊട്ടിച്ചു. അതുപോലെ തന്നെ ചെറിയുള്ളി കുറച്ചധികം ഞാൻ അരിഞ്ഞു വെച്ചത് ഇട്ടിട്ട് അത് നന്നായി ഒന്ന് വഴണം. കാരണം എന്താ വെച്ചാൽ ചേട്ടനൊന്നും നമ്മുടെ ഈ മീൻകറിയിൽ കഷ്ണങ്ങൾ അധികം കാണാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നന്നായി വഴന്നു കഴിഞ്ഞാൽ അലിഞ്ഞു പോകും ചാറൊക്കെ വരുമ്പോ. അപ്പോൾ നമുക്കിതേ നമ്മുടെ ചെറുപയർ ഇട്ടിട്ട് ഇത് കുറച്ചൊരു തോര മാതിരി എടുത്തിട്ടുള്ള കേട്ടോ. ഭയങ്കര നല്ലതാണ്, കലറി കുറവാണ്, പ്രോട്ടീൻ റിച്ച് ആണ്. നമ്മുടെ ഡെയിലി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് ഈ മുളപ്പിച്ച് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. മുളപ്പിക്കുമ്പോൾ കലറീസ് കുറയും, അതുപോലെ തന്നെ പ്രോട്ടീൻ ഹൈ ആവുകയും ചെയ്യും. അത് ഭയങ്കര നല്ലതാട്ടോ.
അപ്പൊ ഞാൻ ദേ നമ്മുടെ ഉള്ളി നന്നായിട്ട് ചെറുള്ളി നന്നായി വഴന്നപ്പോ അതിലേക്ക് പൊടികളൊക്കെ മല്ലിപ്പൊടി, മുളക് പൊടി, അങ്ങനെയുള്ള മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടു. അപ്പൊ തീ കുറച്ച് വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അതിനെ മൂപ്പിച്ചെടുക്കാം. പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് മുന്നേ ഞാൻ പുളി അങ്ങനെ നമുക്ക് എന്ത് വേണമെങ്കിലും ഇടാം. ഞാനിവിടെ പുളി പിഴിഞ്ഞൊഴിച്ചു എന്ന് മാത്രം. അങ്ങനെ പണി ഒന്നും ഒതുങ്ങിയപ്പോ ഞാൻ ദേ നമ്മുടെ ഡ്രിങ്ക്, അപ്പൊ ഈ ഒരു ABC കഴിച്ചിട്ട് കുറച്ചധികം ഒരു 5-5:30 ആവാറായിട്ടാ നമ്മുടെ ചോറൊക്കെ ദേ ആയിണ്ട്. 5:30 ആവാറായപ്പോഴാണ് ഞാൻ ഇനി പോവാൻ നേരമായില്ല. അപ്പൊ ഞാൻ ആ ഡ്രിങ്കും കൂടി കുടിച്ചു. അങ്ങനെ കേട്ടോ. അപ്പൊ നമ്മുടെ ചോറൊക്കെ ഇവിടെ ഞാൻ ഊറ്റി വെച്ചിട്ടുണ്ട്. ഇനി പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, അത്യാവശ്യം പണികൾ കഴിഞ്ഞു. പാത്രം കഴുകുക എന്നുള്ളതാണ് ഞാൻ അടുത്ത ടാസ്ക്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് അടുക്കളയൊക്കെ ഒന്ന് ഒതുക്കി നമുക്ക് പോവാൻ നോക്കട്ടെ. പിന്നെ ഞാൻ വെള്ളപ്പം ഉണ്ടാക്കിയില്ല. അപ്പൊ നമ്മുടെ മീൻ ഇവിടെ തിളച്ച് നന്നായിട്ടൊന്ന് തിളയ്ക്കണം, എന്നാലാണ് പിന്നെ ഇത് സത്യം പറഞ്ഞാൽ ഇത് പിറ്റേ ദിവസത്തേക്കാണ് ഇതിന്റെ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവും. എന്നാലും ഉച്ചയാകുമ്പോഴേക്കും ഒന്ന് പിടിക്കും, പുളിയും കാര്യങ്ങളൊക്കെ പിടിക്കും കേട്ടോ. അങ്ങനെ ദേ നമ്മുടെ ബ്രൗൺ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബ്രൗൺ റൈസ് വേണമെങ്കിൽ ആർക്കെങ്കിലും ഞാനിവിടെ വാട്സപ്പ് നമ്പർ കൊടുക്കാം കേട്ടോ. നിലാസെറിക്സിന്റെ വെയിറ്റ് ലോസിനൊക്കെ നല്ലതാണ്. നമുക്ക് കഴിച്ചു കഴിഞ്ഞ് ഇങ്ങനെ ഭയങ്കര ഒരു കനത്തിൽ കിടക്കും, അധികം കഴിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ എല്ലാ കറികളും ഇവിടെ ഞാൻ വെച്ചിട്ടുണ്ട്. പാറുവിന് കുറച്ച് ഗ്രീൻ ബീൻസ് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. വെള്ളപ്പം ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ, കാരണം എന്താ വെച്ചാല് പോയി വന്നിട്ട് ഉണ്ടാക്കാലോ. പിന്നെ അമ്മൂന് ക്ലാസ് ഇല്ല, അപ്പൊ പിന്നെ സമയമുണ്ട്, തിരക്ക് പിടിച്ചങ്ങനെ കഴിക്കേണ്ട കാര്യമില്ല. അപ്പൊ വന്നിട്ടുണ്ടാക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ നമ്മുടെ മുടിയൊക്കെ ഒന്ന്, ഞാൻ എപ്പോഴും ഇങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. മുടി ആ ജടയും കാര്യങ്ങളൊക്കെ പോയി നമുക്ക് അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ഒരു സുഖം കിട്ടും. അങ്ങനെ അപ്പൊ ഒന്ന് പോണിട്ടേലും മാതിരി കെട്ടി അങ്ങനെ നമുക്ക് ഇനി പുറത്തേക്കൊക്കെ ഇറങ്ങാം. ഞാൻ അമ്മൂനെ വിളിച്ചിട്ട് അതിനിടയിൽ അമ്മ ഇവിടെ റൂമിൽ ഡ്രസ്സ് മാറുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പുറത്തേക്ക് വന്നിട്ട് ഇങ്ങനെ ചെയർ വെക്കുന്നത് വേറെ ഒന്നല്ല, ടിപ്പുവിന് നമ്മൾ കൂട്ടിൽ സെറ്റപ്പ് ഉണ്ട് കിടക്കാൻ. അപ്പൊ അവന് അകത്തിടയ്ക്ക് കയറി കിടക്കുമ്പോഴേ രോമങ്ങൾ ആവും നമ്മുടെ അകത്ത്. അപ്പൊ അത് അകത്തേക്ക് കയറും. അപ്പൊ അമ്മൂന് അലർജി ഉള്ള കാരണം അതാണ് മെയിനായിട്ട് അങ്ങനെ വെച്ചാണ്. അപ്പൊ നമ്മള് ഇറങ്ങാട്ടോ. അപ്പൊ നല്ലൊരു ഇരുട്ടായിട്ടൊക്കെ എടുക്കണത്. അവന് ഞങ്ങൾ ഓൾറെഡി അവിടെ അപ്പുറത്ത് തുണിയും കാര്യങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അവൻ എന്നാൽ അകത്ത് കയറി കിടക്കുന്ന ഒരു സ്വഭാവമുണ്ട്, ഇടയ്ക്ക് കയറി കിടക്കുള്ളൂ. അപ്പൊ അത് ക്ലാവിന് പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്, അല്ലാണ്ട് വേറെ ഒന്നല്ല. ഇന്ന് ഭയങ്കര ഇരുട്ടാട്ടോ. പിന്നെ ഇന്ന് ഞങ്ങളൊരു 5 മിനിറ്റ് നേരത്തെയാണ്. പിന്നെ നല്ല മഞ്ഞുണ്ട്. പിന്നെ ഇന്ന് ഈ വഴിയിൽ ആരുമില്ല, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ കാണാറുണ്ടല്ലോ. അപ്പം ഞാനും അമ്മക്കുട്ടിയും കൂടി നടക്കാട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ മുടക്കാണ്, അതുകൊണ്ട് തന്നെ തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ ചടപടയെന്ന് വരില്ല, പതിയെ വരുള്ളൂ. ഇന്ന് പിന്നെ എനിക്ക് ലെഗ് ഷോൾഡറിൻ്റെ ദിവസമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം പണിയെടുക്കണം ചെന്നിട്ട്. അപ്പോൾ ഇനി നമുക്ക് അവിടെ ചെന്ന് പരിപാടീസൊക്കെ കഴിഞ്ഞിട്ട് കാണുന്നതാ. ആ ലൈറ്റ് കാണുന്നതാട്ടാ നമ്മുടെ ജിമ്മ്. അവിടെ നമ്മുടെ കോച്ചും അതുപോലെ തന്നെ 1-2 പേരൊക്കെ വന്നിട്ടുണ്ടാവും ഞങ്ങൾ വരുമ്പോൾ. ഇന്നും അങ്ങനെയാണ്. അപ്പോൾ ഇനി നമുക്ക് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ബാക്കി വിശേഷമൊക്കെ പറയാം കേട്ടോ. അപ്പം നമ്മുടെ വർക്കൗട്ടൊക്കെ കഴിഞ്ഞു. ഞാൻ വെള്ളം കുടിക്കാട്ടോ. എല്ലാവരും പോയി, ഞങ്ങൾ മാത്രമേ നോക്കി. പിന്നെ നമ്മുടെ കോച്ച് വേണ്ടിട്ടോ. അപ്പോൾ നമുക്ക് ഇറങ്ങാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞു. നമ്മളിത് നമ്മുടെ ഇടവഴി കൂടെ നമ്മൾ വീട്ടിലേക്ക് പോകാട്ടോ. അപ്പോൾ അത് ചിലപ്പോൾ ദിവസത്തിൽ 2 ദിവസം കൂടെ 2 പ്രാവശ്യം കൂടെ പോകുന്നു. അമ്മ ട്യൂഷന് പോകണത് സ്ഥിരം. അപ്പോൾ നമ്മളിനി വീട്ടിൽ പോയിട്ട് പാറക്കുട്ടി മിക്കവാറും എണീറ്റുണ്ടാവും. അപ്പോൾ പാറക്കുട്ടീനെ ചിലപ്പോൾ എണീറ്റുണ്ടാവും, ചിലപ്പോൾ എണീറ്റുണ്ടാവില്ല. പിന്നെ ചെന്നിട്ട് ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ടില്ല, കാരണം ചെന്നിട്ട് ഉണ്ടാക്കാമല്ലോ, സമയം ഉണ്ടല്ലോ എന്ന് ഓർത്തിട്ട്. ചിലപ്പോൾ പിന്നെ ഒന്ന് പുറത്തേക്ക് പോകാൻ സാധ്യതയുണ്ട്. പിന്നെ അമ്മൂനും പാറുനും ചിലപ്പോൾ ചേച്ചിയുടെ വീട്ടിൽ പോകണമെന്നൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ ചേച്ചി മാമനും ഉണ്ടല്ലോ അവിടേക്ക്. പിന്നെ അമ്മൂന് കണ്ണ് ഡോക്ടർ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ തണുപ്പായ കാരണം അലർജി കൂടുതലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോൾ ചിലപ്പോൾ ആ ഒരു അലർജി പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് കണ്ണട വയ്ക്കണം എന്നവർ പറയുന്നുണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതും ചിലപ്പോൾ ഇന്ന് പോകേണ്ടി വരും. അപ്പം എന്തൊക്കെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടെ ഇന്നത്തെ കാര്യങ്ങൾ. നോക്കാം. ഫുഡ് അടിക്കാം. അവൾക്ക് കണ്ണട വേണമെന്ന് ഭയങ്കര ആഗ്രഹം. അപ്പോൾ നോക്കാം എന്തായാലും. കാലത്തെ ടിപ്പുവിൻ്റെ സ്നേഹം പ്രകടനാട്ടാ നിങ്ങൾ കാണുന്നത്. ടിപ്പ് ടിപ്പ്. ഓ നോക്കൂല. ആ നോക്കി നോക്കി നോക്കി, അവളാണ് ഇഷ്ടം കൂടുതൽ. ടിപ്പോ ടിപ്പു ബേബി. എവിടേക്ക് നീ വരുന്ന? എന്തായാലും ഇല്ല. അപ്പോൾ നമ്മുടെ പാൽക്കുട്ടി എണീറ്റിട്ടില്ല. അപ്പം ഞാൻ നമ്മുടെ വെള്ളപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അമ്മോ സൗണ്ട് കുറച്ച്. അപ്പം ഞാൻ വെള്ളപ്പം ഉണ്ടാക്കാൻ വേണ്ടി ചട്ടി വെച്ചിട്ടുണ്ട്. കുറച്ച് വെള്ളം കുടിക്കാം.
അപ്പോൾ നല്ല റീഫ്രഷായി. എന്തേ എനിക്ക് നേരത്തെ തോന്നാഞ്ഞ ഈ ബുദ്ധി നമുക്ക് എന്തേ നേരത്തെ തോന്നാഞ്ഞ ദാസ അല്ലെങ്കിൽ വിജയ എന്ന് പറയുന്ന ഡയലോഗില്ലേ, ആ ഡയലോഗാണ് എനിക്കിപ്പോൾ ഓർമ്മ വന്നെ നിങ്ങളുടെ അടുത്ത് പറയാമെന്ന് വിചാരിക്കണം. ഇത് വേറെ നല്ലൊരു സ്പൂണും. ഇത് അമ്മക്കുട്ടിക്ക് ഞാൻ ലേഹ്യം കൊടുക്കുന്നുണ്ട്. ആ ലേഹ്യം കാലത്ത് എണീറ്റ് വശം കഴിക്കണം. അപ്പം അത് കഴിച്ചിട്ട് അവളോട് ഞാൻ എടുത്ത് വെക്കും, കാരണം ആൾക്ക് തീരെ ഓർമ്മ ശ്രദ്ധിക്കില്ല. അപ്പം അതുകൊണ്ട് ഞാനിങ്ങനെ സ്പൂണിലെടുത്ത് ഹാഫ് സ്പൂണാണ് അത് എടുത്തിട്ട് ഇവിടെ എടുത്ത് വെക്കും. അപ്പോൾ അവൾ നേരെ എനിക്ക് വരും, ബ്രഷ് ചെയ്യും, ഇത് കഴിക്കും. അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിച്ചിട്ട് അങ്ങനെ വെച്ചേക്കാം, തിരക്കുടിച്ച് പോകുമ്പോഴേ പിന്നെ ഇത് കഴിയണം. അപ്പോൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, അവരെങ്കിലും ജിമ്മിൽ പോകാനൊക്കെ അവസരം ഉണ്ടായിട്ട്, സാഹചര്യം ഉണ്ടായിട്ട്, പലർക്കും സാഹചര്യക്കുറവുണ്ട്, പൈസ കുറവ്, അതുപോലെ പോകാൻ പറ്റാണ്ട്, ചിലപ്പോൾ വീട്ടിൽ സമ്മതിക്കാണ്ട്, അങ്ങനെയൊക്കെ. അങ്ങനെ അല്ലാണ്ട് ഈ സൗകര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് നിങ്ങൾ പോകാണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വലിയ നഷ്ടമാണ്. പോകണം. എനിക്ക് മുന്നൊന്നും പറ്റിയിരുന്നില്ല. ഇപ്പോഴാണ് എനിക്ക് അതിനുള്ള സാഹചര്യവും സൗകര്യവും ഒക്കെ ഒത്തു വന്നിട്ടുള്ളത്. പൈസ കൊണ്ടാണെങ്കിലും പോകാൻ പോകുന്ന കാര്യമാണെങ്കിലും. അപ്പോൾ ഇനിയാണ് എൻ്റെ കാര്യം കരുതല്ല, ഞാൻ സമയം ഉണ്ടാക്കി പോകണതാണ് എനിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതുപോലെ നിങ്ങൾ പോകണം. നിങ്ങൾക്ക് സമയമുണ്ട്, നിങ്ങൾക്ക് സാഹചര്യം ഉണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ പോകണം. അത് ഭയങ്കര നല്ല ഫീലാണ്. മെൻ്റലി ഫിസിക്കലി ഒക്കെ നമുക്ക് ഭയങ്കര നല്ല ഫീൽ തരുന്നൊരു കാര്യമായിട്ടോ ജിമ്മിൽ പോകുമ്പോൾ. ഫിസിക്കലി ഫിറ്റ് ആവാൻ മാത്രമല്ല, നമുക്ക് മെൻ്റലി കൂടി നമുക്ക് നല്ലൊരു റിലാക്സും റീഫ്രഷും മെൻ്റലി സ്ട്രോങ് ആവാനൊക്കെ പറ്റും. ഞാൻ ഈ റീലൊക്കെ കാണാറുണ്ട് അങ്ങനെ, പക്ഷെ എനിക്കത് മനസ്സിലായിരുന്നില്ല. അവനാൻ പോയിട്ട് ഇപ്പോൾ 1 മാസം ആവാറായി. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അതിൻ്റെ ഫീല് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ ചട്ടി ചൂടായി, നമുക്ക് വെള്ളപ്പം ഉണ്ടാക്കാം കേട്ടോ. അമ്മയുടെ പൊന്നായോ, അമ്മയുടെ തക്കരഞ്ഞായോ. അമ്മയുടെ ഷുട്ടാപ്പി വന്നാ, നീ അമ്മയുടെ ഷുണ്ടാണിയല്ലേ, നീ അമ്മയുടെ ഷുട്ടാണിയല്ലേ. എന്താണ് വെള്ളപ്പം, വെള്ളപ്പം വെള്ളപ്പം വേണ്ട വേണ്ട. കുമ്മോണി പറഞ്ഞ കുമ്മോണി, കുമ്മോണേ. അമ്മ അങ്ങനെ തന്നെ പറയാറ്, കുമ്മോണേ. റെഡിയാവണു, റെഡിയാവട്ടെ, ആയിട്ടില്ല. ഞങ്ങള് വെള്ളയപ്പം കഴിക്കും. ഇന്ന് ചേച്ചിയുടെ മാമന്റെ വീട്ടിൽ പോണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് പോണോ ചേച്ചിയുടെ ചുണ്ടേച്ചിയുടെ വീട്ടിക്ക്? പറ, പോണോ? അതാരാ, അതോടെ ആരൊക്കെ ഉള്ളേ? ആരൊക്കെ ഉണ്ട് ചുണ്ടേച്ചിയുടെ വീട്ടില്? പറ. ചുണ്ടേച്ചി ഉണ്ട്, പിന്നെ പറ ജദ്ദമ്മാമ്മ ഉണ്ട്, പിന്നെ ഉറക്കം പറയും ചേച്ചി ഉണ്ട്. പാടുന്നവരൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അങ്ങനെ പോണെന്ന് മുടക്കായതുകൊണ്ട് അമ്മൂനെ രണ്ടുപേരും പോവാറുണ്ട് ഇടയ്ക്ക്. അപ്പം അമ്മൂനിപ്പം അങ്ങനെ വല്ലപ്പോഴുള്ള മുടക്ക് കിട്ടാം. പിന്നെ ഇപ്പം ഇന്ന് നാളെ മുടക്കാം. അപ്പോൾ പോണെന്ന് പറഞ്ഞിട്ടാണ് നിൽക്കണേ. ചിലപ്പോൾ ഞങ്ങൾ വൈകുന്നേരം എല്ലാവരും കൂടി സിനിമ കാണാൻ പോകും, കളങ്കാവും. അപ്പം അതൊക്കെയാണ് വിശേഷങ്ങൾ അല്ലേ. വെള്ളയപ്പം റെഡിയായി. ഇവിടെ നിൽക്കാം, എടുക്കട്ടെ, ഒരു കൈ കൊണ്ട് എടുക്കാം. അപ്പോൾ ഈ വെള്ളപ്പം നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് പച്ചരി എന്താ പറയുക കുതിർത്ത് പൊടിച്ച് അരച്ച് നമ്മൾ നോർമൽ ഉണ്ടാക്കണ മാതിരി കേട്ടോ. ഇൻസ്റ്റന്റ് വെള്ളപ്പം അല്ല. ഇൻസ്റ്റന്റ് വെള്ളപ്പം ഞാൻ ഉദ്ദേശിച്ചത് എന്താ അറിയോ, നമ്മളിങ്ങനെ പൊടി വാങ്ങിച്ചിട്ട് കലക്കിയിട്ട് ഉണ്ടാക്കില്ലേ, അതിൽ അരിപ്പൊടി വാങ്ങിച്ചിട്ട്. അതല്ല, നമ്മള് പച്ചരി നോർമൽ നമ്മുടെ വീട്ടിലെ പച്ചരി വാങ്ങിച്ച് അത് കുതിർത്ത് അരി തേങ്ങയും അതുപോലെ തന്നെ എന്താ പറയാ അത് അരിപ്പൊടി. അപ്പൊ അരിപ്പൊടി വെച്ചിട്ട് ഉണ്ടാക്കാറുണ്ട്. നേരെ ഇല്ലെങ്കിൽ പച്ചരി ഉണ്ടെങ്കിൽ പച്ചരി കുതിർത്തിട്ട് ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ദേ നമ്മള് വെള്ളപ്പം അതുപോലെ തന്നെ ഒരു മുട്ടയും അമ്മൂന് കൊടുത്തു, കറിയും. പിന്നെ പാറുവിന് വെള്ളപ്പം ഇങ്ങനെ പിച്ചി പിച്ചിട്ടിട്ട് ഇന്നിപ്പോ തേങ്ങാപ്പാൽ എടുത്തിട്ടില്ലേ ഞാൻ, കാരണം തേങ്ങ ഇന്നിപ്പോ ഇനി പൊട്ടിക്കണം, അതിന് വേണ്ടി പൊട്ടിക്കണ്ടേന്ന് ഓർത്തിട്ട് ഞാൻ അവൾക്ക് ഗ്രീൻ ബീൻസ് കറി കൂട്ടിയിട്ട് അവൾക്ക് ഇഷ്ടമാണ് കേട്ടോ. ഉപ്പ് മാത്രമേ ഉള്ളൂ എന്ന് മാത്രം, എരിവ് തീരെ കൂട്ടണില്ല. എന്താണാവോ, അമ്മക്ക് ഈ സമയത്ത് നല്ല എരിവ് കഴിക്കായിരുന്നു. അങ്ങനെ പിന്നെ കുറച്ച് മുട്ടയുടെ വെള്ളയുണ്ട് കേട്ടോ.
അപ്പൊ ദേ എന്റെ സ്മൂത്തിയാണ്, ഇത് ചേട്ടന്റെ കേട്ടോ. അങ്ങനെ ഞങ്ങൾ ദേ കഴിക്കണം. അപ്പൊ ഇത് നിലാസിറപ്സിന്റെ നമ്മുടെ അടുത്ത പ്രൊഡക്റ്റ് ആണ് സ്മൂത്തി എന്ന് പറയുന്നത്. ഇത് എന്താ പറയാ, ഈ ചിലർ പറയും വെള്ളം മാതിരിക്കുന്ന കഴിച്ച് വിശപ്പ് മാറുമെന്ന് നാളെ ഫേസ്ബുക്കിൽ എന്റെ വീഡിയോ കണ്ടപ്പോൾ വെച്ചിരുന്നു. പക്ഷെ ഇത് ലൈറ്റ് വെയിറ്റ് ആണ്, നമുക്ക് വിശക്കില്ല എന്നുള്ളതാണ് ഇത് കഴിച്ചാലുള്ള പ്രത്യേകത. ഇതിൽ കുറെ അധികം ഐറ്റംസ് ഉണ്ട് കേട്ടോ, അവക്കാഡോ, ആപ്പിൾ, അങ്ങനെ ഒരുപാട് ഇൻഗ്രീഡിയൻസുകൾ ചേർന്നിട്ടുള്ളതാണ് സ്മൂത്തി. അപ്പൊ അത് വിശക്കില്ല കേട്ടോ, നമുക്ക് അങ്ങനെ ഭയങ്കര ഇടയിലൊന്നും കഴിക്കാൻ തോന്നില്ല. അപ്പൊ മിറ്റൊന്നും അടിച്ചില്ല, കാരണം വലിയ ചവറൊന്നും ഇല്ല, എന്നാലും വൈകുന്നേരം അടിച്ചോണ്ട് തന്നെ. അപ്പൊ ഞാൻ അതുകൊണ്ട് മിറ്റടിക്കാൻ പോയില്ല. അപ്പൊ നമുക്കൊരു പാക്ക്, വേറെ ഒന്നുമില്ല, എഗ് ഇല്ലേ, എഗ് വൈറ്റും യെല്ലോ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഇടയ്ക്ക് ചിലപ്പോ ഒരു 3-4 ഡ്രോപ്പ്, നമ്മുടെ ഡ്രോപ്പ് അല്ല, ഒരു സ്പൂൺ നമ്മുടെ എന്താ പറയാ ചെറുനാരങ്ങയുടെ നീര് ആഡ് ചെയ്യാറുണ്ട്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് പരട്ടും. അപ്പൊ ഇന്ന് മൊത്തത്തിൽ അടിച്ചു വാരലോ അങ്ങനത്തെ കുറച്ചധികം പണികളുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ പിന്നെ വേഗം വന്ന് കുളിക്കാൻ കേട്ടോ. വീട്ടിലൊന്ന് ചെറിയ അല്ലറ ചില്ലറ ക്ലീനിങ് പണികളുണ്ട്, ബാത്റൂം ടോയ്ലറ്റ് ക്ലീൻ ചെയ്യുക. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ വന്ന വശം കുളിക്കാൻ നമുക്ക് വിശക്കണ തന്നെ നമുക്ക് ഈ പണികൾ പിന്നെ എടുക്കാൻ ഒരു മടി വരും. അപ്പൊ അതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിച്ച് തലയിൽ ഒരു പാക്കൊക്കെ ഇട്ട് പിന്നെ കുറച്ച് കഴിയുമ്പോൾ അടിച്ചു തുടക്കുക, പിന്നെ കുറച്ചധികം പണികളുണ്ട്. അപ്പൊ തന്നെ ആഴ്ചയിലത്തെ ഒരു ക്ലീനിങ് അങ്ങനത്തെ പരിപാടിയൊക്കെ കേട്ടോ. അപ്പൊ അതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ദേ മുടിയിലൊക്കെ തേച്ച് ഒന്ന് കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതാണ് നമ്മുടെ ഹെയർ പാക്ക്. ഞാനിപ്പോ ഈ ഒരു ഫേസ് പാക്ക് ഇടണം കേട്ടോ. ഇത് വന്നിട്ട് നമ്മുടെ ബ്രൈഡ്സിനൊക്കെ പറ്റിയിട്ടുള്ള ഫേസ് പാക്കാണ്. ഞാൻ ഇതിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്, ചിലപ്പോൾ അത് കഴിഞ്ഞിട്ടാവും ഇടാം കേട്ടോ. അപ്പൊ അത് നമുക്ക് നമ്മുടെ ഫേസ് ഇങ്ങനെ ബ്രൈറ്റൻ ആവാനും ഗ്ലോ ആവാനൊക്കെ സഹായിക്കുന്നത്. അപ്പൊ അതിങ്ങനെ കുളിക്കണ മുന്നേ ആഴ്ചയിലൊരു എന്നും ഇടണമെങ്കിൽ ഇടാം. ഞാനിപ്പോൾ ആഴ്ചയിലൊരു 2-3 ദിവസമൊക്കെ അങ്ങനെ ഇടും. നല്ല തിളക്കവും ഒക്കെ കിട്ടും ബ്രൈറ്റനിങ്ങിന്. എന്നിട്ട് എനിക്ക് കുറച്ച് അടിച്ചു വരാണ്ട്, പിന്നെ വാഷിംഗ് മെഷീൻ കേടാ. അപ്പോൾ അതുകൊണ്ട് തന്നെ അലക്കണം. 2-3 ദിവസമായി വാഷിംഗ് മെഷീൻ കേടായിട്ട്. ഇന്നലെ ആള് വന്നിട്ടുണ്ടായിരുന്നു നോക്കാൻ. നോക്കിയപ്പോൾ ഉണ്ട് അതിൻ്റെ ബോർഡ് കംപ്ലീറ്റ് മാറ്റണം. ഡെഡായി, എന്താ പറ്റിയെന്ന് അറിയില്ല. നമ്മുടെ പാർക്കുട്ടി ഉണ്ടായതിന് ശേഷം മേടിച്ചതാ, LGയുടെ ഫുൾ ഓട്ടോമാറ്റിക് ആണ്. പക്ഷെ എന്ത് സംഭവം അറിയില്ല. പിന്നെ ബോർഡ് മാറ്റിയിട്ട് അറിയുള്ളൂ അതിനെന്താ പറ്റിയെന്നുള്ളത്. അത്ര ബോർഡ് കംപ്ലീറ്റ് മാറ്റണം. അപ്പോൾ അത് 2 ദിവസം പിടിക്കും. അപ്പോൾ എന്തായാലും നമ്മൾ അലക്കണം. പിന്നെ ഞാൻ അലക്കി, ഇന്ന് കുറച്ച് അലക്കാണ്ട്. ജിമ്മിൽ നിന്ന് ഇപ്പോൾ കൊണ്ട ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അമ്മൂൻ്റെ യൂണിഫോമൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ എന്തായാലും കുളി കഴിഞ്ഞിട്ട് കയ്യോടെ അതും കൂടി അലക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ദേ നമ്മള് അടിച്ചൊക്കെ വാരി കുറച്ചധികം അടിച്ചു വരാൻ മാത്രല്ല, മെയിൻ ആയിട്ട് ഞാൻ ഒരു ദിവസം ടോയ്ലറ്റ് ക്ലീനിങ് മുകളിലും താഴെയും ഒക്കെ ടോട്ടൽ 3-4 ടോയ്ലറ്റ് ഉണ്ട്. അപ്പൊ അതൊക്കെ കഴുകും. പിന്നെ അതുപോലെ തന്നെ അങ്ങനെയുള്ള മൊത്തത്തിൽ വൃത്തി എങ്ങനെ കൂടി സമയം കിട്ടില്ല. പിന്നെ ഒരു ദിവസം ഫുള്ള് ഡീപ്പ് ക്ലീനിങ്, അതായത് കിച്ചണും എല്ലാം മാറലടിച്ച് തുടയ്ക്കും. അതങ്ങനെ 2 ദിവസമായിട്ട് ചെയ്യാട്ടോ. പിന്നെന്ന് പറഞ്ഞാലേ ഞാൻ ഇപ്പൊ ചെയ്യണത് തുന്നണതാണ്, വേറെ ഒന്നല്ല. പാറുവിന്റെ ട്രൗസറുകൾ മിക്കതും ആളുടെ കളി കാരണം ഇങ്ങനെ അടിയിലത്തെ തുന്നലുണ്ടല്ലോ അത് വിടും, അടിയിലത്തെ അടിപ്പ് വിടും. അപ്പോ നമ്മുടെ കാലിന്റെ ഗ്യാപ്പിന്റെ ഇടയിലുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു, അവൾക്കാണെങ്കിൽ ഈ പാന്റ് ഭയങ്കര ഇഷ്ടം. അപ്പൊ എനിക്ക് ഇതന്നെ വേണമെന്ന് വാശി പിടിക്കുക. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, എനിക്ക് ഈ മെഷീൻ എടുത്ത് സ്റ്റിച്ച് ചെയ്യാനൊക്കെ വയ്യ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ കൈകൊണ്ട് തുന്നാട്ടോ. അപ്പൊ നടന്ന് തുന്നണത് ഒരു എക്സസൈസ് ആണോ നിന്ന് തുന്നണേക്കാളും. അങ്ങനെ ഞാൻ എന്ത് ചെയ്യാം, അതൊക്കെ ഒന്ന് തുന്നി കൊടുത്ത്. അപ്പൊ എന്താ പറയാ, ചേച്ചി കുളിപ്പിക്കാന്ന് പറഞ്ഞിട്ട് നിന്നായിരുന്നേ. അപ്പൊ ഞാൻ അവൾക്ക് ചേച്ചി കുളിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടേ. അപ്പൊ പിന്നെ ഞാൻ പോയി കുളിച്ചു. അപ്പൊ ഞാനിപ്പോ ചെയ്യണത്, ഇപ്പൊ മഞ്ഞുകാലൊക്കെയല്ലേ, അപ്പൊ നിലാസിറപ്സിന്റെ നമ്മുടെ ബോഡി ലോഷൻ ആട്ടോ. അത് ആൽമണ്ട് ബോഡി ലോഷൻ ആണ്. നമ്മുടെ ബോഡിക്ക് ഭയങ്കര എഫക്റ്റീവ് ആണ്. നല്ല സോഫ്റ്റ് ആവും സ്കിന്നൊക്കെ. നമ്മുടെ കൈമുട്ടിന് ഇവിടെ ഒരു റഫ്നെസ് ഉണ്ടാവില്ല, നല്ല സോഫ്റ്റ് ആവും. അതുപോലെ തന്നെ നമുക്ക് നല്ല രീതിക്ക് തന്നെ നമ്മുടെ ഹൈഡ്രേഷനും അതുപോലെ നല്ല ഗ്ലോയും, അതേപോലെ തന്നെ നമുക്ക് റിങ്കിൾസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് കുറയ്ക്കും കേട്ടോ. ഡീറ്റെയിൽസ് ഇവിടെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ മാത്രം ഓർഡർ ചെയ്യാം കേട്ടോ. പിന്നെ ദേ നമ്മുടെ ഞാൻ ഉപയോഗിച്ചിരുന്ന ലിബം കഴിഞ്ഞു. അപ്പൊ ഞാൻ നേരെ അമ്മൂന്റെ അടുത്ത് പോയിട്ട് അമ്മു ഇടയ്ക്കിടയ്ക്ക് തോണ്ടി ചുണ്ടുമ്പോ തേക്കണത്, അത് ഞാൻ എടുത്തോണ്ട് വന്നു കേട്ടോ. ഇനി എനിക്ക് പറഞ്ഞ എടുത്തിട്ട് വരണം. അങ്ങനെ ഇപ്പൊ ഈ മഞ്ഞുകാലത്ത് ഭയങ്കര ഉപയോഗം നല്ലോണം ഉണ്ട്. കാരണം എന്താ വെച്ചാല് നന്നായിട്ട് ഉപയോഗിക്കുക തന്നെ വേണം. പിന്നെ ഇത് നിലാസിറപ്സിന്റെ നമ്മുടെ സീറോ മോയ്സ്ചറൈസർ കിട്ടും. നിലാസിറപ്സിന്റെ സൺസ്ക്രീൻ ആണ്. ഇതിനെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ, ഒരുപാട് പേര് ഇത് മേടിക്കുന്നുണ്ട് കേട്ടോ. 2-3 എണ്ണൊക്കെയാണ് മേടിക്കുന്നത്. അതും പോരാത്തതിന് പുറത്തേക്ക് പോകുമ്പോൾ കുറെ അധികം മേടിച്ചിട്ടുണ്ട്. അപ്പൊ ഇതെന്ന് പറഞ്ഞാല് കുങ്കുമാതി സൺ പ്രൊട്ടക്ഷൻ ലോഷൻ ആണ്. ഇതിന്റെ പ്രത്യേകത മെയിൻ ആയിട്ട് നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും. പെട്ടെന്ന് തന്നെ ഇത് ബ്ലെൻഡ് ആയി, ലൈറ്റ് വെയിറ്റ് ആണ്, നല്ല പ്രൊട്ടക്ഷനും കിട്ടും. അതുപോലെ തന്നെ നമുക്ക്
ഇങ്ങനെ ഒരു ഗ്ലോ ഉണ്ടാവും ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ നല്ല പ്രൊട്ടക്ഷൻ മെയിനായിട്ട് നമുക്ക് അതാണല്ലോ വേണ്ടത്. അപ്പൊ അതും നമുക്ക് കിട്ടും. കണ്ടില്ല, അപ്ലൈ ചെയ്ത് നമുക്ക് അങ്ങനെ കുറേ അധികം അങ്ങനെ ഭയങ്കരമായി ബലം പിടിച്ച് ബ്ലെൻഡ് ചെയ്യൊന്നും വേണ്ട. പതുക്കെ സോഫ്റ്റ് ആയിട്ട് ജെന്റിലായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ തന്നെ നല്ല രീതിക്ക് തന്നെ അതങ്ങനെ ബ്ലെൻഡ് ആവും. പിന്നെ നമുക്ക് ആ ഒരു ചെറിയൊരു ഗ്ലോയും കിട്ടും കേട്ടോ. അത് ഭയങ്കര നല്ലൊരു പ്രൊഡക്റ്റ് ആട്ടോ. നമ്മുടെ കയ്യിലത്തെ കുറെ പേര് ഇത് മേടിക്കലുണ്ട്. നമ്മുടെ കുറെ പേര് ഇതിന് ഫാനാണ്. ഉപയോഗിച്ച് നോക്കിയപ്പോ തന്നെ ഫസ്റ്റ് ആ ഒരു ഭയങ്കര ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അടുത്ത് പറയാറുണ്ട് കേട്ടോ. ഇനിയാണ് നമ്മുടെ അടുത്ത പണി. വേറൊന്നല്ല, അലക്ക് പണി. മെഷീന് 2 ആഴ്ചയായി കംപ്ലൈന്റ് ആയിട്ട് 2 ആഴ്ച ഫുള്ള് അലക്കലാണ്. കാര്യം ഞാൻ അലക്കാറുണ്ട്. ഞാൻ ഈ മെഷീനൊക്കെ ഇപ്പോഴല്ലേ കണ്ടു തുടങ്ങിയത്. പക്ഷെ ഈ തിരക്കിന്റെ ഇടയിലേ നമുക്ക് വീഡിയോ, നിലാസക്സി പോവില്ലേ, വീട്ടിലത്തെ പണികള്, ചെറിയ ഉണ്ണിവാവ, ഇതിന്റെ ഇടയിൽ ഇതൊക്കെ കൂടി ആകുമ്പോ ഈ അലക്കും കൂടി വന്നപ്പോഴേ ശരിക്കും ഇടയിൽ ജിമ്മിൽ പോക്കും. എനിക്ക് സത്യം പറഞ്ഞാൽ ജിമ്മിൽ പോകണേക്കാൾ കൊണ്ട് പണിയപ്പോ വീട്ടിലെടുക്കേണ്ടി തോന്നുന്നുണ്ട്. എന്നാലും അതൊരു പ്രത്യേക ഒരു ഫീൽ ആട്ടോ. ജിമ്മിൽ പോകുമ്പോൾ മെന്റലി കൂടി നമുക്ക് ഭയങ്കര റിലാക്സ് കിട്ടുന്നുണ്ട്. എനിക്കത് നിങ്ങൾക്ക് എത്രത്തോളം ഞാൻ പറഞ്ഞാൽ മനസ്സിലാവുന്നൊന്നും എനിക്ക് അറിയില്ല. പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് ജിമ്മിൽ പോണത്. ഞാൻ എന്റെ ഫസ്റ്റ് വെയിറ്റ് ലോസിന്റെ സമയത്ത് എനിക്ക് അതിനുള്ള എന്താ പറയാ ഇതുണ്ടായിരുന്നില്ല. അപ്പൊ ചേട്ടൻ എനിക്ക് എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിട്ടാ. ഞാൻ ഒരു പിഴി അടിക്കുമ്പോൾ ഒരുപാട് പണികളല്ല, ഞാൻ പൂച്ചയാവുക. അതുകൊണ്ട് തന്നെ അപ്പൊ ആള് പറഞ്ഞു ഞാൻ പോയിട്ട് ഞാൻ ഒരു പിഴി. അതിനിടയിൽ അമ്മൂനും അച്ഛനും കൂടിയിട്ട് ഇനി പോകണം. കണ്ണാടക്ക് കൊടുത്തിട്ടുണ്ട് ഡോക്ടർ, ഡസ്റ്റിന് അലർജി ആയിട്ടേ. വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഞാൻ പറയട്ടെ അതിന് വിശേഷം. വിധത്തിലുള്ള പണികളൊക്കെ കഴിഞ്ഞു. അപ്പൊ ഇനി നമ്മൾ ചെയ്യാൻ പോണതേ, നമ്മൾ കാലത്ത് ഞാൻ മീൻ കാണിച്ചു തന്നില്ലേ, അപ്പൊ ഞാനത് നമ്മുടെ പാറുവിനുള്ളത് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ലേശം കുരുമുളക് ഇട്ടിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. എനിക്ക് അമ്മൂനുള്ളത് ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ചേട്ടന് മീൻ മുളക് ഇട്ടിട്ട് വെച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ഒരു മീൻ എടുത്ത് മുളക് ഇട്ട് വെച്ചു. അത്രയും മതി. നമ്മളാകെ ഉച്ചയ്ക്ക് മാത്രമല്ല ഫുഡ് കഴിക്കുന്നുള്ളൂ. അപ്പൊ അധികമൊന്നും വേണ്ട. അപ്പോ പാറുവിന് പൊള്ളിക്കണില്ല. അവൾക്ക് കുറച്ചിങ്ങനെ ഞങ്ങളെ ഇപ്പൊ കുറച്ചായി മീൻ വാങ്ങിച്ചിട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആൾക്ക് കുറച്ചിങ്ങനെ മീൻ വറുത്ത് കഴിക്കുന്നത് ഇഷ്ടം. അപ്പൊ അതുകൊണ്ട് തന്നെ പാറുവിന് ഇടയ്ക്ക് പൊള്ളിക്കും. അപ്പൊ ഇന്ന് വറുക്കാണ് ചെയ്യണത്. അപ്പൊ അവൾക്ക് വറുത്തിട്ട് ഞങ്ങൾക്ക് രണ്ടാക്കുള്ളത് ഇങ്ങനെ കുറച്ച് മസാല ഇവിടെ ഞാൻ റെഡിയാക്കാൻ വെച്ചിട്ടുണ്ട്. അത് റെഡി അവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കണ്ട, സവോളയും തക്കാളിയൊക്കെ. അപ്പൊ അത് അരിഞ്ഞിട്ട് മസാല വെച്ചിട്ട് വാഴല ഞാനിവിടെ ഇവിടെ ഞാൻ വാഴല വാട്ടി വെച്ചിട്ടുണ്ട്. ഇതിൽ 2 പേർക്കുള്ളത് ഉണ്ടാക്കണം. അതായത് പൊളിപ്പവും ചേട്ടനും കൂടിയിട്ട് അവൾക്ക് അലർജി ഡസ്റ്റിന് അലർജി നല്ലോണം ഉണ്ട് കണ്ണില്. അപ്പൊ ചുറ്റും ഡാർക്ക് സർക്കിളൊക്കെ ചെറുപ്പം മുതലുണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഈ തണുപ്പ് കാലം മഞ്ഞുകാലം ആകുമ്പോൾ അവൾക്ക് അത് കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഡോക്ടർ കാണിച്ചപ്പോ അവൾക്ക് കണ്ണാട വെക്കുന്ന, അത് ഞാൻ ഓൾറെഡി മുന്നേ അവൾ ചെറുപ്പം തുടങ്ങി കണ്ണാട വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് പവറിന്റെ ചെറിയ പ്രശ്നം കൊണ്ടാണ്. അപ്പൊ അത് കുഴപ്പമില്ലാത്ത കാരണം ഉപേക്ഷിച്ചതായിരുന്നു കണ്ണാട. അപ്പൊ ഇപ്പൊ ഡസ്റ്റ് ഉള്ളതുകൊണ്ട് ചുരുക്കുള്ള ഗ്ലാസ് പ്രൊട്ടക്ഷൻ, ഡസ്റ്റ് ഒന്നും അടിക്കാണ്ടിരിക്കാതെ ഗ്ലാസ് വെക്കുന്നല്ലാന്ന് പറഞ്ഞിട്ട് ഇന്നിപ്പോ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് ഗ്ലാസ്സിന് എഴുതി കിട്ടാൻ വേണ്ടിട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവളുടെ അച്ഛനും കൂടി പോയി. ഇപ്പൊ 11:30 ആവാറായി. അവര് വരുമ്പോ എന്തായാലും ഉച്ചയാവും. അപ്പൊ ഇതൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ച് പാർക്കുട്ടീനെ അന്ന് അമ്മുമായിട്ടാ കുളിപ്പിച്ചത്. അതാണ് വീഡിയോയിൽ കാണാഞ്ഞ്. ഞാൻ കുളിക്കാൻ പോയ നേരത്തെ ചേച്ചി നേരെ ഉണ്ണീനും കൊണ്ടുപോയി കുളിപ്പിച്ചു. അവിടെ റെഡി ആയിട്ട് ആദ്യം വന്നു പാർക്കുട്ടിയുടെ ജീവമച്ചാനെ കാണായിരുന്നു അല്ലേ, കുളിച്ച് സുന്ദരിയായിട്ടിരിക്കുന്നുണ്ട്. അത് അച്ഛൻ കൊണ്ടുപോയില്ല, അതിന്റെ ഒരു പരിഭവത്തില് അച്ഛനും ചേച്ചിയും പോയപ്പോഴേ. ചേട്ടന് ബൈക്കുമ്പോഴാണ് പോയത്. അപ്പൊ അതുകൊണ്ട് തന്നെ പാറുവിനെ കൊണ്ടുപോകാൻ തീരെ താല്പര്യമില്ല. ബൈക്കുമ്പോൾ പോണോണ്ട് അത്ര സേഫ് അല്ല. കാര്യം ഇവൾക്ക് ഹെൽമെറ്റ് ഒക്കെ ഉണ്ട് ഇവിടെ. അവള് ഹെൽമെറ്റ് വെച്ചിട്ടാണ് ഈ അടുത്തേക്കൊക്കെ ഒരു 5 മിനിറ്റിന്റെ ട്രാവലൊക്കെ ഉണ്ടാവില്ല. അവിടേക്കൊക്കെ പോകുമ്പോൾ എന്തെങ്കിലും കടയിൽ, താഴത്തെ കടയിലൊക്കെ പോയി എന്തെങ്കിലും മേടിക്കാനൊക്കെ പോകും. പക്ഷെ ദൂരേക്ക് പോകണം. അപ്പൊ അതുകൊണ്ട് തന്നെ കൊണ്ടുപോയില്ല. അപ്പൊ അതിന്റെ ഒരു ഇതിലാണ് തെറ്റിയിട്ട് വിരിഞ്ഞിട്ടിരിക്കുന്ന പാറക്കുട്ടി അല്ലേ. അതില് പോട്ടെ, നമുക്ക് മീൻ കിട്ടിയിട്ട് മാമ കഴിക്കാം. അയില മീനാണ് കൊടുന്നിട്ടുള്ള. പാറിന്റെ മുടി നോക്കി അണ്ണിയില്ലാണ്ട് ഇങ്ങനെ അപ്പുറം കുറേ ആയിട്ടൊക്കെ എടുക്കണം. നമ്മുടെ മീനിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പൊള്ളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. എണ്ണ തീരെ അധികം ഇടുന്നില്ല. അതുപോലെ തന്നെ ഒരു എന്താ പറയാ, ആ ഒരു എണ്ണമയം കുറവായിരിക്കും അതിൽ. നമ്മൾ ആ മസാല മിക്സ് ചെയ്തപ്പോൾ മാത്രമാണ് എണ്ണ കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ആണ് കാണുന്നത് കേട്ടോ. അപ്പൊ നോക്കാം. അങ്ങനെ ഒരു 1 മണിക്ക് ആയപ്പോ ഇതേ വീണ്ടും പണി. അപ്പൊ ചേട്ടൻ അമ്മും കൂടി വന്നിട്ട് ഫുഡ് കഴിക്കാന്ന് വെച്ച് നിൽക്കുമ്പോണ്ട് ചേട്ടൻ വന്നപ്പോ അതിന്റെ കൂടെ ഞങ്ങളെ ഈ OTT-യിലാണ് സിനിമ കാണാറ്. പക്ഷെ OTT ഒരുപാട് ആപ്പുകൾ ഉണ്ടല്ലോ, അതൊക്കെ എടുത്ത് പ്ലാറ്റ്ഫോമുകൾ എടുത്തിട്ട് എല്ലാവരും നമ്മളെ ഭയങ്കര പറ്റിക്കില്ല. കാരണം ഒരുപാട് ക്യാഷാണ് നമുക്ക് ഇങ്ങനെ ഓട്ടോ ഡെബിറ്റ് ആയിട്ടാണ് പോകുന്നത്. അതുപോലെ സോണി, ഹോട്ട്സ്റ്റാർ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ടേ. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു, പിന്നെ അമ്മ ഇപ്പൊ വലിയ കുട്ടി ക്ലാസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കില്ല. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു, കേബിൾ ആക്കാം, ഇത് OTT പരിപാടീസ് ഒക്കെ സ്റ്റോപ്പ് ആക്കാം. നെറ്റ്ഫ്ലിക്സും കാര്യങ്ങളൊക്കെ മന്ത്ലി ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോവാണ്. കുറച്ച് ചെലവ് ചുരുക്കാവുന്ന ഭാഗത്തുകൊണ്ട് അന്നൊരു ഇത് കൊണ്ട് ഞങ്ങൾ കേബിൾ ആക്കാന്ന് വെച്ചപ്പോ അതിന്റെ ആൾക്കാർ വന്നിട്ട് കേബിൾ എന്നാലും ശരിയായിട്ടില്ല, എന്തോ വയറിന്റെ പ്രശ്നം എന്നും പറഞ്ഞിട്ട്. കൊല്ലല്ലേ കൊല്ലത്ത്
പോവാണോ? ഇങ്ങോട്ട് പിന്നിരിക്കാം. ബാക്കിലേക്ക് ഇറങ്ങിയേക്കു. സുസുമ്മ ഞെത്തല്ലേ, അങ്ങനെ പറ്റില്ല. ഇതങ്ങി ഇങ്ങോട്ട് എന്നിട്ട് വെക്കാനും വയ്യ. ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? പാറും മീമി കൊട്ടിട്ട് മാമു കഴിച്ചു. അങ്ങനെ അവര് എന്തോ കേബിളിന്റെ എന്തൊക്കെയോ വള്ളികൾ പൊട്ടിക്കെടുക്കണം, അതൊക്കെ ഇനി ശരിയാക്കണം എന്ന് പറഞ്ഞിട്ട് അവര് ഇത്ര ദിവസമായിട്ട് ആയിട്ടില്ല, കേബിൾ ശരിയായിട്ടില്ല. അങ്ങനെ ദേ നമ്മുടെ ഫുഡ് കഴിക്കാൻ ലേറ്റ് ആയി. അപ്പൊ ചേട്ടനാണെങ്കിൽ മീൻകറി ഭയങ്കര ഇഷ്ടമായിട്ട് സൂപ്പറായി എന്ന് പറയാട്ടോ. എനിക്ക് അറിഞ്ഞൂടാ, എനിക്ക് ഇത്ര ഇഷ്ടമില്ല കേട്ടോ. എനിക്ക് കുറച്ച് പാലൊക്കെ ഒഴിച്ച് അല്ലെങ്കിൽ കുറച്ച് ഇങ്ങനെ ഇത്രയ്ക്ക് അങ്ങോട്ട് ഭയങ്കര എരിവ് എനിക്ക് അത്ര ഇഷ്ടമില്ല. ഞാൻ അധികം എരിവിന്റെ ആളല്ല. പിന്നെ നമ്മുടെ മീൻ പൊള്ളിച്ചത് കിടുവായിട്ട്. അപ്പൊ ചേട്ടനോട് എനിക്ക് കുറച്ച് തടിയെന്ന് പറഞ്ഞിട്ട് എന്നോട് ചോദിച്ചു. അപ്പൊ ഞാൻ ചേട്ടന് കുറച്ച് എന്റെ ഇലയിൽ കൊടുത്തു, അമ്മൂന് മീൻ പൊള്ളിച്ചു കൊടുത്തു, പാറുവിന് കഴിച്ചു. അങ്ങനെ അപ്പൊ ഇന്നത്തെ ഫുഡ് ഭയങ്കര ഇതായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ മീൻ പൊള്ളിച്ചുള്ളത് തന്നെ ഞാൻ ഒരു സ്വല്പം, അതായത് ഒരു സ്പൂൺ എന്നൊക്കെ പറയാം, അങ്ങനെ ഒരു പിടുത്തം ചോറ് എടുത്തിട്ടുള്ളൂ. അതാ കഴിച്ചത് തന്നെ അത്യാവശ്യം വയറ് നിറയും. പിന്നെ എന്ത് ചെയ്തു, ചേട്ടനോട് ഞാൻ പറഞ്ഞിട്ട് ഞാൻ കിടന്നു. കാരണം അന്ന് സിനിമ കാണാൻ പോകണം, 9:30-ക്കാണ്. അപ്പൊ ഞാൻ എന്തായാലും 9:30 ആകുമ്പോൾ എനിക്ക് ഉറക്കം വരും. കാരണം നമ്മൾ 4 മണിയാകുമ്പോൾ എണീക്കുന്നതല്ലേ. ചേട്ടൻ പറഞ്ഞു, ഞാൻ പോയി കിടന്ന് ഉറങ്ങിക്കോ മോളെ, ഞാൻ നോക്കിയോളാം. അമ്മൂനാണെങ്കിൽ ട്യൂഷന് പോകണം. അപ്പൊ അമ്മൂന്ന് എത്തിച്ചുകൊണ്ട് ട്യൂഷന് പോകാൻ നിൽക്കണ്. അപ്പൊ ഞാന് കുറച്ചധികം നേരം കിടന്ന് ഉറങ്ങിപ്പോയിട്ട് അങ്ങനെ. അപ്പൊ എന്നാലും നമുക്ക് സിനിമ കാണാൻ പറ്റുള്ളൂ മര്യാദയ്ക്ക്. ഹലോ, അപ്പൊ ഞാൻ കിടന്ന് ഉറങ്ങി. സിനിമ കാണാൻ പോകണം എന്നുള്ള പ്ലാൻ ഉണ്ട്. നമ്മുടെ ചേച്ചി മാമനൊക്കെ വരുന്നുണ്ട്. ഞങ്ങൾ അങ്ങനെ അവരൊക്കെ ഒരുമിച്ച് സിനിമ കാണാൻ പോവാറ്. അപ്പൊ ഞങ്ങളിന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട്. നാളെ അമ്മൂന് ക്ലാസ് ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന് കളങ്കാവില് കാണാന്ന്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ എണീച്ചുകൊണ്ട് തന്നെ എനിക്കൊരു 8:30 9 മണി 9:30 വരെ ഇരിക്കും. എനിക്ക് നല്ല ഉറക്കം വരും നേരത്തെ എണീക്കുന്നതല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോ 9:30-9:30-ക്കാണ് സിനിമ ബുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഉറങ്ങോടി ഇരുന്നിട്ട് അതുകൊണ്ട് ഞാൻ കുറച്ചു നേരം മനഃപൂർവ്വം ഉറങ്ങിയതാട്ടോ. അപ്പൊ ഇപ്പൊ സമയം 4:45. അപ്പോ അച്ഛനും മോളും കൂടിയിട്ടാണ് ഇരുന്നിരുന്നത്. അപ്പൊ ഇനി ചേട്ടൻ പുറത്തേക്ക് പോവാ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ എണീറ്റു. അമ്മ ട്യൂഷനും പോയി. അങ്ങനെ അമ്മ ട്യൂഷന് പോയല്ലേ? അപ്പൊ അങ്ങനെ അപ്പൊ പാറുവിന് വല്ലതും കൊടുത്താ? മുട്ട കഴിച്ച? പാല് വേണ്ടേ? പാല് വേണ്ടേന്ന് പറയും. പിന്നെ ഇങ്ങനെ പിടിക്കുന്നുണ്ട്, ശരിക്കും പിടിക്കും. പാല് വേണ്ടേ? വേണം. ഷെമിക്ക് പോണോ? ഷെമിക്ക് പോട്ടെ. അപ്പൊ ഇനി എന്നിട്ടാ ഇനി കുറച്ച് ഉറക്കക്ഷീണം മാറ്റാം. എന്നിട്ട് എന്റെ പണി. അപ്പൊ നാളേക്കുള്ള പണികളൊക്കെ ചെയ്തു വെക്കുക. കാരണം ഇന്ന് സിനിമ കഴിഞ്ഞ് എന്തായാലും വരുമ്പോ 10-12 മണിയാവും. പറവനാക്കല്ലോ കീറും. അപ്പൊ അടുപ്പൊക്കെ ശരിക്കും വെച്ച് വിറകൊക്കെ കൊടുന്ന് വെച്ച് പിന്നെ നാളെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന്റെ കാര്യം നോക്കി ഒക്കെ സെറ്റാക്കിയിട്ട് വേണം പോവാനായിട്ട്. അപ്പോ നാളെ അമ്മൂന് ക്ലാസ് ഇല്ല. പക്ഷെ എന്നാലും നമ്മൾ ജിമ്മിലൊക്കെ പോയി നമുക്ക് പണികളും കാര്യങ്ങളൊക്കെ തീർത്ത് വെക്കണം. അതുകൊണ്ട് ഞങ്ങള് ചാരം വാരി വയ്ക്കട്ടെ. ചാരം ഇതിന് വാരിയുള്ള കവറ് നിറഞ്ഞു. ഇനി അത് വല്ല തെങ്ങിനും ഒക്കെ ഇട്ട് കൊടുക്കണം വളമായിട്ട്. കണ്ണിലേക്ക് പോയി മാറിയിരിക്കും. കണ്ണിരിക്കും. കണ്ണിലേക്ക് പൊടി വീണാലേ കണ്ണ് മാറി വെക്കും. ഇവിടെ കേൾക്കും. അപ്പൊ ഇന്ന് ഞങ്ങൾ ഇതുപോലെ നല്ല നല്ല സിനിമകൾ വരുമ്പോ അങ്ങനെ പോവും. സിനിമകൾ ഒരുമിച്ചാണ് പോവുക എല്ലാരും കൂടെ. ഒന്നില്ലെങ്കിൽ ഞങ്ങളുടെ കാറില് അങ്ങനെ അവിടെ പോയിട്ട് ഞങ്ങൾ അവരെയും കൂട്ടിയിട്ട് അങ്ങനെ പോവാം. അപ്പൊ ഞങ്ങൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ പുറത്തുനിന്ന് വൈകുന്നേരം ഫുഡ് കഴിക്കും. അപ്പൊ ഞാൻ വൈകുന്നേരം കഴിക്കാറുണ്ട്. കാരണം നമ്മളങ്ങനെ ചിലപ്പോഴല്ല ഫാമിലിക്ക് ഇങ്ങനെ പോകണത്. ഞങ്ങളങ്ങനെ രാത്രി തന്നെ ഒറ്റയ്ക്ക് പോയി കഴിക്കലില്ല. ഞങ്ങൾ പരമാവധി വീട്ടിൽ തന്നെ ഒന്നില്ലെങ്കിൽ എന്തെങ്കിലും മേടിക്കും, വീട്ടിൽ കഴിക്കാം. അങ്ങനെ പോയി കഴിക്കല് കുറവാണ്. അപ്പൊ നമ്മൾ ഫാമിലിയായിട്ട് പോകുമ്പോൾ ഞങ്ങള് വൈകുന്നേരം കഴിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന് വൈകുന്നേരം സാലഡ് ഞാനൊന്നും ഉണ്ടാക്കുന്നില്ല.
അപ്പൊ ഇന്ന് വലിയ പണിയില്ല മൊത്തത്തില്. ഒന്ന് മേലെഴുക, അവിടെ മരിച്ചു വാരി മേലെഴുക, പാറുവിനെ മേലെഴുപ്പിക്കുക. എന്താ പിന്നെ ചേട്ടൻ പോയിട്ടുണ്ട്. അപ്പൊ ചേട്ടൻ വന്ന് പുറത്ത് പോയിട്ട് വരും. അതുപോലെ അമ്മ ട്യൂഷൻ 6 മണി 6 അവളെത്തും. ഒരു 8 മണിക്ക് ആവുമ്പോ അതാണ് പണി. എനിക്ക് കുറച്ച് വിറകെടുത്ത് വെക്കാണ്ട്. പിന്നെ നാളത്തെ ബ്രേക്ക്ഫാസ്റ്റിന്റെ കാര്യം അപ്പൊ അത്രേ ഉള്ളൂ. എന്താ പാടോ പാറക്കുറുമ്പി കുട്ടിയല്ലേ? ചൊന്നുകുട്ടിയാണോ? പക്ഷെ എനിക്ക് കുറുമ്പുണ്ടെന്ന് തോന്നുന്നു കാണിച്ചു. ഇത്തിരി കുറുമ്പില്ലേ? അപ്പൊ ശരി തന്ന. അപ്പൊ ദേ അമ്മുക്കുട്ടി വന്നുട്ടാ. അപ്പൊ നമ്മളിതേ ഇപ്പൊ സമയം എത്ര മണി? 6:45 അപ്പൊ നമുക്ക് ഇനി 7:45 പോണ്ടേട്ടാ. അപ്പൊ ഞാൻ മേലെ എഴുകി. അപ്പൊ നമുക്ക് ഒരു 7:45 ഇറങ്ങാം. അച്ഛൻ വന്നിട്ടില്ല. അച്ഛൻ വന്നിട്ട് കണ്ണെങ്ങനെയുണ്ട്? ശരിയായി? അപ്പൊ മരുന്ന് കഴിച്ചു ബ്ലറിങ് ഉണ്ട് എപ്പോഴും? വലുതായിരിക്കണ്ടല്ലേ? സാരില്ല, മലക്കോളും. അച്ഛന്റെ പൈസ പൊട്ടിച്ചിട്ടിരിക്കുക. എത്ര റുപ്യ? ഇത് അച്ഛൻ കേക്കണ്ട കേട്ടാ. എത്ര രൂപ കണ്ണടക്ക്? 900. 1900 എല്ലാം കൂടിട്ട് 1900 കണ്ണട. എന്നിട്ട് അത് ഇഷ്ടായില്ലാന്ന് അച്ഛൻ കേക്കണ്ട. അതിന് ശരിയാക്കും. ഇഷ്ടായി അങ്ങനെ തന്നെ പറഞ്ഞു. ആ കിട്ടിയത് തന്നെ മോൾക്ക്. അങ്ങനെ ദേ അമ്മുക്കുട്ടിയുടെ കണ്ണടയുടെ കാര്യം പറയായിരുന്നു കേട്ടോ. അമ്മുക്കുട്ടി വേറെ ഒന്നല്ല, അവൾക്ക് ഇഷ്ടമുള്ള കണ്ണട എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ 1900 രൂപയ്ക്കാണ് അവൾക്ക് ഫ്രെയിം ഒക്കെ പറഞ്ഞ് മേടിച്ചതാ. പക്ഷെ ഇന്നിപ്പോ അത് വീട്ടിലെത്തിയിട്ട് ആൾക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്നുണ്ട്. അതാണ് ഇനിയിപ്പോ അത് മാറ്റം. അച്ഛനെ നല്ല ചീത്ത. ചേട്ടൻ അനാവശ്യമായി പൈസകൾ ഇങ്ങനെ ചെലവാക്കണത് അതിനോട് തീരെ ചേട്ടന് താല്പര്യമില്ലാത്ത ഒരാളാണ്. ഞാനും അങ്ങനെ തന്നെ. എന്നാലും ഞാൻ കുറച്ചും കൂടി പിള്ളേരുടെ തളത്തിന് നിൽക്കുന്ന ആളാണ് ഞാൻ. പക്ഷെ ചേട്ടൻ അങ്ങനെ അധികം നിൽക്കില്ല. എന്നാലും കുറെയൊക്കെ പറയുമ്പോൾ ചെയ്ത് കൊടുക്കൂട്ടോ. തീരെ കൊടുക്കാണ്ടൊന്നും ഇരിക്കില്ല. എന്നാലും അവർക്ക് ചില കാര്യങ്ങൾ നമ്മളൊരു സ്ട്രിക്റ്റ് ആവണല്ലോ. എന്ന് വെച്ചാല് കുറെ അധികം ആവശ്യമായിട്ട് അവർക്ക് അങ്ങനെ പെട്ടെന്ന് ചുരുക്കുമ്പോ കിട്ടുമ്പോഴേ അവർക്ക് ആ ഒരു ഇല്ലായ്മയുടെ ഒരു വശം അവർ മനസ്സിലാക്കില്ല. അതാണ് നമ്മളങ്ങനെ അത്രയും വലിയ ഉള്ളവരൊന്നും അല്ലല്ലോ. പക്ഷെ എന്നാലും അവര് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. പിന്നെ ഇതൊക്കെ എന്ന് പറയുമ്പോൾ അവൾക്ക് ഇഷ്ടത്തിന് 1900 രൂപയ്ക്ക് മേടിച്ച കണ്ണാട് ഫ്രെയിമാണ്. എന്നിട്ട് അവൾക്ക് അത് ഇഷ്ടമായില്ല എന്ന് പറയുമ്പോഴേ നമ്മള് പല അഭിപ്രായം പറയുമ്പോഴും ആൾക്ക് അതന്നെ മതി എന്ന് പറഞ്ഞ് ഇങ്ങനെ ചില കാര്യങ്ങൾ അങ്ങനെ ഉറച്ചു നിൽക്കും. എന്നിട്ട് വീട്ടിലെത്തുമ്പോൾ എനിക്ക് ഇഷ്ടമായില്ല. എല്ലാ കുട്ടികളുടെ മാതിരി തന്നെ നമ്മളൊക്കെ പണ്ട് അങ്ങനെ തന്നെ ആയിരുന്നേ. അങ്ങനെ ഞാൻ ഡ്രസ്സൊക്കെ മാറി. ഞാൻ പ്രത്യേകിച്ച് അങ്ങനെ ചെയ്തില്ല. ഒരു നൈറ്റ് സ്കിൻ കെയർ ചെയ്തു. പിന്നെ ഒരു ഗ്ലോക്ക് ക്രീം ഇട്ട് കൊടുത്തു. പിന്നെ അതേ ലിപ്സ്റ്റിക് ഇട്ടു. അത്ര തന്നെ. മുടി ഒന്ന് സെറ്റാക്കി. മുടി നല്ല ഷൈനി ആയിട്ട് എടുക്കണ്ടേ നമ്മളിന്ന് എഗ്ഗൊക്കെ ഇട്ട് കുളിച്ച കാരണം. പിന്നെ നമ്മുടെ ജലാറ്റിന്റെ സെറ്റിങ്സ് ഇട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ഇറങ്ങാട്ടോ. അതേ അമ്മുക്കുട്ടി ചേട്ടൻ തലയിലിടണ്ട പോയി എടുത്തിട്ട് വന്ന കാറിലുണ്ടാവാറുണ്ടല്ലോ തലയിലിടുന്നത്. പിന്നെ ദേ നമ്മുടെ പാറക്കുട്ടിയുടെ ചുന്നുകുട്ടിയുടെ. അപ്പൊ നമ്മളെ ചേച്ചീനും മാമനെയും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അമ്മുവിന്റെ ഒരു ഫ്രണ്ടും കൂടി ഉണ്ട് അവിടെ, ഷിന. അപ്പൊ അവളെയും കൂടി കൂട്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഫുഡ് അടിക്കാൻ പോകും. എന്നിട്ടാണ് ഇപ്പൊ നമ്മള് 8 മണി ആവണുള്ളൂ. അപ്പൊ നമ്മൾ ഫുഡ് അടിച്ചിട്ടാണ് ഇനി 9:30 പടത്തിന് നമ്മൾ കയറാൻ പോണം കേട്ടോ. അമ്മ എന്നിട്ട് അവിടെ തപ്പണ്. അതന്നെ. അങ്ങനെ ദേ ജയദേവ് മാമനും ചേച്ചിയും നമ്മുടെ ഷിനക്കുട്ടി ഞങ്ങൾ അവിടെ താമസിക്കുമ്പോ തുടങ്ങി അവളൊരു എന്താ പറയാ, അവൾക്കൊരു 3-4 വയസ്സുള്ളപ്പോഴും ഞങ്ങൾ കാണുന്നതാട്ടാ. ഞാൻ എന്റെ മോളെ പോലെ തന്നെ എനിക്ക് അവളും അത്രയും അടുപ്പാണ് ഞങ്ങൾ. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടി തന്നെ സിനിമ കാണാൻ ഒരുപാട് സിനിമകൾ ഞങ്ങൾ ഇറങ്ങുന്നതൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള സിനിമകളൊക്കെ കാണാറുണ്ട് കേട്ടോ. അങ്ങനെ അപ്പൊ ഇതുപോലെ ഞങ്ങൾ ഒന്ന് ഒത്തുകൂടും. അതായത് ഒരു 8 മണിക്ക് ഇറങ്ങി ചെറുതായിട്ടൊന്ന് എവിടെയും പോയി ഫുഡ് കഴിച്ച് അങ്ങനെ സ്നേഹമായിട്ട് ഞങ്ങള് പോയി എല്ലാവരും കൂടി പോയി സിനിമ കാണും. അപ്പൊ ആരെങ്കിലും ബുക്ക് ചെയ്യുന്നില്ലെങ്കിൽ ഞങ്ങൾ ബുക്ക് ചെയ്യും, അല്ലെങ്കിൽ മാമ ബുക്ക് ചെയ്യും. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് പോകും. അതൊരു ഭയങ്കര സന്തോഷമുള്ള ഒരു എന്താ പറയാ, എനിക്ക് ഭയങ്കര ഒരു സന്തോഷം തന്നെ ഒരു കാര്യമായിട്ടത്. അത് എടുത്തു പറയാതിരിക്കാൻ വയ്യ. അപ്പൊ ഞാൻ ഏതെങ്കിലും സിനിമ ഇറങ്ങണമെന്ന് കാത്തിരിക്കും. കാരണം ഞങ്ങൾ മാത്രമായിട്ട് പോകുമ്പോഴേ എനിക്ക് അങ്ങനെ അത്രയ്ക്കുണ്ട്. അല്ല കുറെ പേരുണ്ടാവുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ല. അപ്പൊ രണ്ടുപേരും ഫോട്ടോ എടുക്കട്ടെ. അവര് ചെറുപ്പം മുതലേ കൂട്ടാ. രണ്ടുപേരും 3 വയസ്സിന്റെ വ്യത്യാസം എന്നുള്ളത്. അവര് രണ്ടുപേരും അവൾക്കാണെങ്കിൽ ഇവളുണ്ടെങ്കിൽ ഷിനി ഉണ്ടെങ്കിൽ ഭയങ്കര ഒരു സന്തോഷമാണ്. കാരണം അവളുടെ ഒരു തരാതരക്കാരല്ല അവര്. അങ്ങനെ ഞാൻ ഫോട്ടോ കഴിച്ചിട്ടാ
ജിമ്മിന് പോണ ഒരു ഇത് കൊണ്ടാണ് കഴിച്ചത്. നൂൽ പൊറോട്ട. പാറുണി നൂൽ പൊറോട്ട എടുത്തിട്ട് ഇതേ നൂഡിൽസും വെറുതെ കഴിക്കണേ. പിന്നെ ഡ്രാഗൺ ചിക്കൻ അങ്ങനെ ഇങ്ങനെയൊക്കെ മേടിച്ച് നമ്മളിതേ സിനിമ കാണാൻ എത്തിട്ടോ. അപ്പൊ സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഓൾറെഡി അറിയായിരുന്നു ഈ കഥ. കളങ്കാവിൽ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കുക്കു FM ഉണ്ട് ഈ കഥ. ഇതൊരു ഒറിജിനൽ സൈനഡ് മോഹൻ എന്നൊരാളുടെ കഥയല്ല, അത് എനിക്ക് അറിയായിരുന്നു. എന്നാലും കുഴപ്പമില്ല, തരക്കേടില്ല. കുറച്ച് ലാഗാണ്, എന്നാലും വലിയ കുഴപ്പമില്ല കേട്ടോ. സിനിമ ഇഷ്ടമായി. അപ്പോൾ വീട്ടിലെത്തി. 1 മണിയാവാറായിട്ട്. അപ്പോൾ പിള്ളേരൊക്കെ ഉറങ്ങി. ഞാൻ നമുക്ക് കഴിക്കും എടുക്കാൻ പോവാം. അപ്പോൾ ബൈ.